ഹായ്, അങ്ങനെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അങ്ങനെ ഞാനിന്ന് വന്നിരിക്കുന്നത് UAE ഒരു ന്യൂ ഡെസ്റ്റിനേഷൻ, അതായത് ഒരു പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഈ ഡിസംബർ 2 നാഷണൽ ലേക്ക് ഓപ്പൺ ചെയ്ത ലവ് ലേക്കിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്ന അൽഖുദ്ര ലേക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ലവ് ലേക്ക്. അപ്പോൾ ഈ ലവ് ലേക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. എങ്ങനെ വരാം, എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്, ഇതിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. സാധാരണ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വീഡിയോ ചെയ്തവരാണ്, കൂടുതലും ഒറ്റയ്ക്കാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും വൈഫ് എന്താണ്, ഫാമിലി എവിടെയാണെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വൈഫ് ഡെലിവറി ആയിട്ട് നാട്ടിൽ പോയിക്കായിരുന്നു, ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈഫിനെ പരിചയപ്പെടുത്തി തരാം. വരൂ. ഇതാണ് എൻ്റെ വൈഫ്, പേര് അരുണ. ഇത് ഞങ്ങളുടെ മോളാണ്. മോളുടെ പേര് ഇയ എന്നാണ് പേര്, മോളുടെ പേര്. അപ്പോൾ ഒരു നാട്ടിലായിരുന്നു ഇത്രയോ നാളും, അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട് വീണ്ടും തിരിച്ച് UAE. ചാനലിനെ കുറിച്ച് നിന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആദ്യം. പറഞ്ഞല്ലോ, എൻ്റെ പേര് അരുണ. എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഞാൻ നാട്ടിലായിരുന്നു, അതുകൊണ്ട് പ്ലാനൊക്കെ എനിക്കറിയായിരുന്നു എവിടെയൊക്കെയാണ് യാത്രകളൊക്കെ. ഞാനും പോകാൻ പറ്റിയിരുന്നില്ല. ഇനി തുടർന്നുള്ള യാത്രയിൽ ഞാനും ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരെ യാത്രകളും ഇനി നമുക്കിത് കണ്ടുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലവ് ലേക്കിൻ്റെ പിക്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലവ് ലേക്കിൻ്റെ ഫുൾ വിഷ്വൽ നമുക്ക് കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങളിതിൻ്റെ കവാടത്തിലെത്തി. 2 ഗേറ്റാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് നമ്പർ 2ലാണ് വന്നത്. അപ്പോൾ അൽഖുദ്ര എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വഴികളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് നമ്പർ 2 കയറാൻ പോവാണ്. അൽഖുദ്ര പോലെയല്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതായത് ന്യൂലി കൺസ്ട്രക്റ്റഡ് ആയതുകൊണ്ട് ന്യൂ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനാണ്. നടക്കാനുള്ള നടപ്പാതയും അതേപോലെ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തൊട്ട് പിന്നിൽ തന്നെ ലേക്ക് എന്നുള്ള രീതിയിൽ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു സിന്തറ്റിക് ട്രാക്കാണ്. നമുക്കൊരു ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം നടക്കാനുള്ള ട്രാക്കാണത്. അപ്പോൾ ഈ സിന്തറ്റിക് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഏകദേശം 2 കിലോമീറ്ററോളം ഉണ്ട്, 2.2 കിലോമീറ്റേഴ്സോളം ഉണ്ട്. അപ്പോൾ രാത്രി നടക്കാനും ഇതിൽ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻ്റ് ആണ്, അൽഖുദ്രയേക്കാളും ഡിഫറെൻ്റ് ആണ് ഈ സൈഡിൽ കൂടിയുള്ള നടക്കാനുള്ള ഒരു പാത. അൽഖുദ്രയിൽ ഈ പാതയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടന്നു നോക്കി കഴിഞ്ഞാൽ ഈ ലവ് ഷേപ്പ് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം മുകളിൽ നിന്ന് നോക്കണം. നിങ്ങൾ യൂട്യൂബിൽ തപ്പിയാൽ കിട്ടും. നമുക്കിവിടെ ഒരു ഡ്രോണൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ നടന്ന് കാണുകയാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെയൊക്കെ മുനമ്പുകൾ നമുക്കിവിടെ ശരിക്കും കാണാൻ പറ്റും. ഒരു ചെറിയ മുനമ്പിൻ്റെ അടുത്താണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. എന്നെ ഈ ലവ് ലേക്കിലേക്ക് വഴികാട്ടിയായിട്ട് വന്ന ചേട്ടന്മാരാണ് ഇവർ രണ്ടുപേരും. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ചേട്ടന്മാരാണ്. ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ നിസാമ്, നാട്ടിൽ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി വായ്പൂർ എന്ന സ്ഥലത്താണ്. ദുബായിലെത്തിയിട്ട് 10 വർഷമായി. അൽനാസർ സ്റ്റേബിളിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ തന്നെ അൽഖുദ്രയുടെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ താമസിക്കുന്നത്. നിഷാബുദ്ദീനാണ്, കാസർഗോഡ് കേരള.
ഇവിടെ സെയിം അൽക്കുദ്രയിലാണ് താമസം. അപ്പോൾ ഈ ചേട്ടന്മാരാണ് നമുക്ക് വഴിയായിട്ട് വന്നത്. സോറി ലവ് ലേക്ക്, അൽക്കുദ്ര അല്ല ലവ് ലേക്ക്. അൽക്കുദ്രയിലാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ. നിറയെ പൂക്കളും അതേപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ഇങ്ങോട്ട് പൂത്ത് തളർത്ത് വന്നിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു കുറച്ച് നാളെ കഴിഞ്ഞ് അടുത്ത സീസണൊക്കെ ആകുമ്പോഴേക്കും ഈ ലവ് ലേക്കിൻ്റെ ഒരു ലുക്ക് തന്നെ വേറൊരു രീതിയായിരിക്കും. ശരിയല്ലേ? അതായത് യെസ്, മിറാക്കിൾ ഗാർഡനൊക്കെ നമുക്ക് വേണ്ടി ഉപയോഗിക്കാം. മിറാക്കിൾ ഗാർഡൻ്റെ ഒക്കെ ഒരു തീമിന് വേണ്ടിയിട്ട് അവർ ഇപ്പോഴേ നട്ടിട്ടുണ്ട് എല്ലാ പൂവും. ശരിക്കും ലേക്കിനെ ക്രോസ് ചെയ്തിട്ടാണ് ഈ ലവ് ഹേർട്ടിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ ഹാർട്ട് ഷേപ്പിൻ്റെ അകത്തെ പോർഷനിലേക്ക് ആൾക്കാർ കടക്കുന്നത്. അവിടെ അലോ ചെയ്യുന്നുണ്ട് കടക്കാൻ വേണ്ടിയിട്ട്. റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ബ്ലോക്കൊന്നും ചെയ്തിട്ടില്ല. നമുക്കൊന്ന് അങ്ങോട്ട് കടന്നു നോക്കാം. വെള്ളം കണ്ടപ്പോൾ ഒരു കൊതി, അപ്പോൾ ഞങ്ങൾ ഈ വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് അവിടുത്തെ കാഴ്ച കാണാം. ശരിക്കും ഈ വെള്ളത്തിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരു പാത ഒരുക്കി തന്നിട്ടുണ്ട് കേട്ടോ. വലിയൊരു ഏകദേശം ഒരു 1.5 അടി പൊക്കത്തിലെ വെള്ളമുള്ളൂ. പക്ഷേ നല്ല രസമുണ്ട്, നല്ല തണുത്ത വെള്ളം കൂടിയാണ്. പക്ഷെ ഇവിടെ ഒരു അരയന്നങ്ങളും കൂടി വരേണ്ടതായിരുന്നു, എന്നാൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായി. എനിക്ക് തോന്നുന്നു വരും തോന്നുന്നു നമുക്ക്. രണ്ട് ഹേർട്ട് ഷേപ്പിൻ്റെ ഏകദേശം സെൻറ്ററാണിത്. ഇവിടെ ഒരു ഫ്ലാഗും അതുപോലെ ഒരു ചെറിയൊരു ഹില്ല് പോലെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ ഈ വെള്ളം കടന്നിട്ട് ഇങ്ങോട്ട് എത്തിയത്. ഈ ലവ് ലേക്കിലേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത് അൽക്കുദ്ര, അതായത് ലവ് ലേക്കിന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ കിട്ടും. പണ്ട് ഞാനൊരു 4 വർഷം മുമ്പാണ് അൽക്കുദ്രയിലേക്ക് വന്നപ്പോൾ അന്നൊന്നും മാപ്പിലുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നോക്കി വരികയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ലവ് ലേക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ലവ് ലേക്ക് കിട്ടും. മാപ്പ് വഴി നിങ്ങൾക്ക് വരാം. അല്ലെങ്കിൽ നിങ്ങൾ അൽക്കുദ്ര എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അൽക്കുദ്ര എന്ന ബോർഡുകളുണ്ട് ലവ് ലേക്കിലേക്ക് വരാൻ. കുറച്ച് ഓഫ് റോഡ് ഓടണം. അപ്പോൾ പലർക്കും സംശയങ്ങളുണ്ട്, അതായത് സെഡാൻ വണ്ടികൾ കൊണ്ട് പോകാൻ പറ്റുമോ, അതേപോലെ 4 വീലർ വേണോ എന്നൊക്കെ. എന്ന് വെച്ചാൽ ഇതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ 4 വീലർ പോകുന്ന വീഡിയോസാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, സെഡാനും കൊണ്ട് വരാം. നോർമൽ വണ്ടികളെല്ലാം ഇങ്ങോട്ട് വരും. കുറച്ച് മണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫ് റോഡ് പോലെ ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിവിടെ എത്താം. ഓഫ് റോഡ് അല്ല, ഒരു മണൽ അവരൊരു വേ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സാധാരണ വണ്ടികളും ഇങ്ങോട്ട് വരും. ഇവിടെ വരാൻ എൻട്രി ഫീസോ അതേപോലെ പാർക്കിങ്ങിൻ്റെ ചാർജസോ ഒന്നുമില്ല. പാർക്കിംഗ് ഫ്രീ ആണ്, അതേപോലെ എൻട്രിയും ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ് ഇവിടെ. ഇതുവരെ ചാർജ് ചെയ്യില്ല, ഇനി ഭാവിയിൽ വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ലൊരു പ്ലേസാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. അധികം റഷൊന്നും ആയി തുടങ്ങിയില്ല, കാരണം അധികം ആൾക്കാർ അറിഞ്ഞു വരണേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ലവ് ലേക്ക് വരിക, കാണാൻ, എൻജോയ് ചെയ്യാം. ഓക്കെ, അതേപോലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ ഈ വീഡിയോയിൽ വന്നിട്ട് ഒന്നൊരു കമൻറ്റ് ചെയ്യുക, എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഫിഷൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയ ആണ്, കാണാൻ പറ്റിയൊരു ഏരിയ ആണ്. നല്ല നിറച്ച് ഫിഷുകളാണ്. ഞങ്ങൾ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ കയറിയപ്പോൾ നല്ലൊരു വ്യൂ ആണ്. ഈ മൊത്തം ഈ ലേക്ക് നമുക്ക് കാണാൻ പറ്റും. അത്ര ഹൈറ്റ് ഇല്ലെങ്കിലും എന്നാലും കുഴപ്പമില്ല. ഒരു ആവറേജ് ഒരു ലവ് ലേക്കിൻ്റെ ലവ് ചിഹ്നത്തിൻ്റെ ലുക്ക് നമുക്ക് കാണാൻ പറ്റും. ആ പോയിന്റ്
ഒരു വെറൈറ്റി ടൈപ്പ് ടാപ്പാണ് കണ്ടത്. ഒരു മരമാണ്, മരത്തിൻ്റെ അവിടെ ഒരു ബേസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ടാപ്പും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ കാണിച്ചത്. ഇവിടെ കാണുന്ന അരയന്നങ്ങൾക്കും അതുപോലെ പക്ഷികൾക്കും നമ്മൾ ഫീഡ് ചെയ്യാൻ പാടില്ല. അതേപോലെ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക, ഈ തണുപ്പ് കാലത്തൊക്കെ വരികയാണെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മുടെ നടന്ന് കൂടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാണ്ട് തണുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ വെള്ളം കൂടിയാണ്, വെള്ളത്തിന് നല്ല തണുപ്പാണ്. അപ്പോൾ ജാക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അങ്ങനെ ഞങ്ങളുടെ ഈ ലവ് ലേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലെ കൂടുതൽ ദുബായിലെ പുതിയ സ്ഥലങ്ങളും അതേപോലെ അധികം അറിയപ്പെടാത്ത സ്ഥലങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഒരു ബൈ പറയടാ. ഓക്കെ ബൈ.